ഹലോ ഫ്രണ്ട്സ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ആർട്ട്. മാത്രമല്ല നമ്മുടെ ലൈഫിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ഫർദർ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകും. വളരെ പലപ്പോഴും നമ്മുടെ ലൈഫിലെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ചില സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളിലേക്കാണ് നമ്മളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇതില് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്നു, ഇതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പരിചയപ്പെടാനും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദിസ്, വേർ ഇസ് ഇറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം, വാട്ട് അഷുറൻസ് ഈസ് ഹൈലൈറ്റഡ് ഹിയർ. ഇവിടെ നമ്മൾ ഈ സാധനത്തിനോട് ചോദിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഡേറ്റ് സിറപ്പാണ് അല്ലെ. ഇതുപോലെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ഇതിനകത്ത് ഉണ്ട്. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. വേർ ഇസ് ഇറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കും കേട്ടോ. വാട്ട് അഷുറൻസ് ഈസ് ഹൈലൈറ്റഡ് ഹിയർ. ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അഷുറൻസ്, എന്ത് ഉറപ്പാണ് ഈ പ്രൊഡക്റ്റിന്റെ ഓണർ നമ്മളോട് പറയുന്നത്? 100% നാച്ചുറൽ എന്നതിൽ പറയുന്നുണ്ട്. അപ്പം ഇതേ ബോട്ടിലിന്റെ മറ്റു രണ്ട് വശം ഇതിലെ ഹൈലൈറ്റ് ചെയ്യുന്ന വേറെ രണ്ട് സാധനം കൂടെ ഉണ്ട്, അയേൺ ആൻഡ് കാൽസ്യം എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയല്ല കേട്ടോ, നമ്മൾ ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. രണ്ടാമത്തത്, ഇതില് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ എത്ര ചോദിക്കുന്നത്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, എന്താണ് അതിന്റെ വില, ഓർ വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ്, ഇതിന് എത്ര വില, വെൻ ഈസ് ഇറ്റ്സ് എക്സ്പയർ, അതായത് എക്സ്പയറി ഡേറ്റ് എന്നാണ്, റൈറ്റ് ടു ഇൻസ്ട്രക്ഷൻസ് ടു ഫൈൻഡ് ഓൺ ദ ലാബ്. ഇതില് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. ജസ്റ്റ് ഫൈൻഡ് ഔട്ട്, പിക്ക് ഇറ്റ് ഔട്ട് ആൻഡ് റൈറ്റ് ഓൺ എ പേപ്പർ ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒന്നും ആൻസേഴ്സ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്കൊന്നുകൂടി ഒന്ന് സജീവാക്കാം. എങ്ങനെ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? വേർ ഇസ് ഇറ്റ് മെയ്ഡ് ഇൻ, ഇത് എവിടെ ഉണ്ടാക്കിയതാണ്, വേർ ഇസ് ഇറ്റ് മെയ്ഡ് ഇൻ. അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു, സ്റ്റേറ്റ്മെന്റിന്റെ ആൻസേഴ്സ് എങ്ങനെ കണ്ടെത്താൻ നമ്മൾ പഠിച്ചതാണ്. കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തതാണ്. അതിന്റെ ബേസിൽ ഇന്നത്തെ ആക്ടിവിറ്റി ഇത് നിങ്ങൾ കണ്ടെത്തുകയും അത് എഴുതി വെക്കുകയും ചെയ്യാം. ആൻഡ് പിക്ക് ഔട്ട് സം ഓഫ് ദ ഡൂസ് ആൻഡ് ഡോൺസ് ആൻഡ് റൈറ്റ് ദം. ഇതില് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നും ചിലത് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു. അതാണ് ഡൂസ് ആൻഡ് ഡോൺസ്. ആ പറയപ്പെട്ട ഇൻസ്ട്രക്ഷൻസ്, അത് ഇൻസ്ട്രക്ഷൻസ് ആണല്ലോ. ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെക്കുക. ഇതുപോലെ മറ്റ് നമ്മൾ റിയലി കാണുന്ന ചില സാധനങ്ങൾ, അതിലെ പാക്കറ്റുകൾ ഏതെങ്കിലും ഒന്ന് എടുക്കുക. നിങ്ങൾ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനോട്, നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ ഒരു മാതൃകയാക്കിയിട്ട് നിങ്ങൾക്കും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതിന്റെ ആൻസറും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നൊന്ന് പരിശോധിക്കുക. ഒന്ന് ആക്റ്റീവ് ആവും. നമുക്ക് ആക്ടിവിറ്റീസിലൂടെ മാത്രമേ നമുക്ക് അത് പ്രാക്ടീസിന് നമുക്ക് അവസരം ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് മാസ്റ്ററി ഇൻ റൈറ്റിംഗ് ആൻഡ് ഇംഗ്ലീഷ് മാസ്റ്ററി ഇൻ സ്പീക്കിംഗ്. അപ്പൊ നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ, so that's all for today. A simple activity. Do more practices. Do such activities further and further.
താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.